ബോളിയിൽ നെയ്യ് ഒഴിച്ച് കഴിക്കാവോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോളിയും പാൽപ്പായസം, സേമിയ പായസം ഒക്കെ ചേർത്ത് കഴിക്കാം. നമ്മുടെ പൂരൻ പോളിയാണ്. പൂരൻ പോളിയിൽ നെയ്യ് ഒഴിച്ച് കഴിക്കാം. നമ്മുടെ ബോളി തന്നെയാണ്. വേറെ വളരെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് തയ്യാറാക്കി നോക്കാം. പൂരൻ പോളി നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാണ്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. ഹോളി സ്പെഷ്യലാണ്. ഹോളിക്ക് ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ ഡിഷ് കൂടിയാണ്. നമ്മുടെ ബോളി തന്നെയാണത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടി അരക്കപ്പ് കടലപ്പരിപ്പ് കഴുകി കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ നേരം നമുക്കത് കുതിരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് മാവ് കുഴച്ചെടുക്കണം. അതിൽ 1 കപ്പ് മൈദ ഒന്ന് അരിച്ചെടുത്തിട്ട് അതിലേക്ക് 2 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് 4 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് മാവിലൊക്കെ ഒന്ന് നന്നായിട്ട് വരത്തക്ക വിധത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നല്ല സെറ്റായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് മുറുക്കി പിടിക്കുമ്പോൾ അത് കൈയുടെ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ടുണ്ടെന്ന് അറിയാം. ഇനി നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിലും കുറച്ചും കൂടെ ലൂസായിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ട് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് നെയ്യല്ല വേറെ ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നെയ്യ് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. അതുകൊണ്ട് നെയ്യ് ഒഴിച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ മാവ് കുഴച്ചെടുത്തതിന് ശേഷം മുകളിലും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 1/2 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ഡാല് നമ്മൾ കുതിരാനായിട്ട് വെച്ചിരുന്ന കടലപ്പരിപ്പ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 4 വിസിൽ വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. 4 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയതിന് ശേഷം ഇത് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. അല്ലെങ്കിൽ മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് അതൊന്ന് മാഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ട് ഓണാക്കിയിട്ടില്ല. നമുക്ക് ആ തവയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ശർക്കരയും ചേർത്തതിന് ശേഷം നമുക്കിതിന് സ്റ്റൗ ഓണാക്കി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പിന് 1/2 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തത്. ഇതിന് കറക്റ്റ് അളവാണ്. നല്ല മധുരം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ അളവിൽ കുറയ്ക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കരയ്ക്ക് പകരം പഞ്ചസാരപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ശർക്കരയാണ് കുറച്ചുകൂടെ നല്ലത്. ശരീരത്തിന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അത് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലൂസായിട്ട് വരും, നല്ല മെൽറ്റാവും. അപ്പോൾ എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിന് കറക്റ്റായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതിൽ ഒരു സ്പൂൺ ഇങ്ങനെ കുത്തി നിർത്തുമ്പോൾ ഇത് കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റായി കിട്ടിയെന്നറിയാം. അല്ല ഇതെങ്കിൽ ചരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടില്ല. പിന്നെ ഒന്നും കൂടി ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇത് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. ഇതിൻ്റെ ബാക്കിയുള്ളത് അടച്ച് വെക്കുകയും വേണം. ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് വേണം ഇത് അരിച്ചെടുക്കാൻ. ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചൂട് പോകുന്നതിന് മുമ്പ് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിതിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നാട്ടിലിങ്ങനെ ചെയ്യാറില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കിത് ഉണ്ടാക്കാൻ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്തൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. തരിയൊക്കെ ഇരുന്നിട്ട് നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് ചൂടായിട്ടിരിക്കുമ്പോൾ അത് നമ്മൾ ബോൾസ് ആക്കേണ്ട. തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരേ വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരേ വലുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും, ഒരേ അളവിൽ. ഇപ്പോൾ നമുക്കിങ്ങനെ 9 ബോൾസാണ് കിട്ടിയത്. ഇപ്പോൾ നമുക്ക് ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാവ് ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ശകലം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ബൗളിലും അതിൻ്റെ മുകളിലൊക്കെ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മാവിലൊക്കെ നന്നായിട്ട് ഓയിൽ വരത്തക്ക വിധത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. കയ്യിലൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി.
എന്നിട്ട് അതിൽ നിന്ന് ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും അളവിൽ മാവ് എടുത്ത് കയ്യിൽ വെച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ നന്നായിട്ട് നമുക്കത് പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേപ്പായി വരും. ഇത് ഇത്രയും ലൂസാണ്, അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതിന് സെൻറ്ററിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കടലമാവിൻ്റെ ഒരു ബോൾസ് വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സെൻറ്ററിൽ ഇത് കുറച്ച് മാവ് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതേ രീതിയിലൊരു ബോൾസ് കിട്ടും. ഇനി നമ്മൾ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, ഇത് ചുട്ടെടുക്കാൻ വേണ്ടി. ഈ ബാക്കിയുള്ള മാവ് നമ്മളിത് അടച്ചു വെക്കാൻ വേണം, അല്ലെങ്കിൽ ഇത് തുറന്നു ഇരുന്ന് ഡ്രൈ ആയി പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് ഓയിൽ പുരട്ടി അത് ഈ നമ്മൾ എടുത്തു വെച്ച ബോളും വെച്ച് കൊടുത്തിട്ട് പരത്തിയെടുത്ത മാവ് വെച്ച് അതിന് മുകളിലൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം നമ്മൾ കൈ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനുശേഷം അതിന് മുകളിലൂടെ നമ്മൾ ചപ്പാത്തി കമ്പ് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഒരുപാട് ബലം കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല കനം കുറഞ്ഞ് തിന്നായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയിട്ട് അടിയിലുള്ള ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമുക്ക് ഈ തവയിലേക്ക് ഇട്ട് അതിന് ശേഷം ആ ബട്ടർ പേപ്പർ അങ്ങ് മാറ്റിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. നെയ്ക്ക് പകരം നിങ്ങൾ ഏതാണ് ഓയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഓയിൽ ഉപയോഗിച്ചാൽ മതി. നെയ്യ് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ളത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇങ്ങനെ പൊടി ചേർത്ത് നമ്മൾ പരത്തിയെടുക്കുകയാണെങ്കിൽ അരിപ്പൊടി ചേർത്ത് പരത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. അപ്പം ഇതേ രീതിയിൽ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഈസിയാണ് തയ്യാറാക്കാൻ, എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇനി ഓണത്തിന് ഇതിൻ്റെ കൂടെ പാൽപ്പായസമോ അടപ്പായസമോ പാലടയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ വളരെ നല്ലതാണ്. സേമിയ പായസമൊക്കെ നോർത്ത് ഇന്ത്യയിൽ നെയ്യ് ഒഴിച്ചാണിത് കഴിക്കുന്നത്. നെയ്യ് ഇതിന് മുകളിലൊഴിച്ച് പാലിൽ മുക്കി കഴിക്കും. ഇതിൻ്റെ കൂടെ ചട്നിയും തയ്യാറാക്കാറുണ്ട്. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് പിന്നീട് ഞാൻ ഉണ്ടാക്കി ഇടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.